വാക്കിലും നോക്കിലും ഉടുപ്പിലും നടപ്പിലും ഭക്ഷണത്തിലുമൊക്കെ കേരളത്തനിമ എന്നൊന്ന് നമ്മുടെ പാരമ്പര്യത്തിലുണ്ട്. അതിനെ കാത്തു സൂക്ഷിച്ച് നമ്മുടെ തലമുറയിലും അനന്തര തലമുറകളിലേക്കും പകർന്നു കൊടുക്കേണ്ട, അത് കഥകളിയായിക്കോട്ടെ, തുള്ളലായിക്കൊള്ളട്ടെ, കവിതകളായിക്കൊള്ളട്ടെ, സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ ഏതൊക്കെ ഘടകങ്ങളായിക്കൊള്ളട്ടെ, അവയൊക്കെ അത്തരത്തിൽ സൂക്ഷിച്ച് പകർന്നു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്, നമ്മുടെ തലമുറയ്ക്കുണ്ട്. അനന്തര തലമുറകളിലേക്ക് അത് പകർന്നു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. 51 അക്ഷരാളി കലിത തനുലതേ വേദമാകുന്ന ശാഖി കൊമ്പത്തൻപോട് പൂക്കും കുസുമതതിയിലെന്തുന്ന പൂന്തേൻ കുഴമ്പേ ചെമ്പൊൽത്താർ ബാണഡംബ പ്രശമന സുഹൃതോ പാത്ത സൗഭാഗ്യലക്ഷ്മി സമ്പത്തെ കുമ്പിടുന്നേൻ കടലിണ വലയാധീശ്വരി വിശ്വനാഥേ എന്നാണ് പഴയകാല കവികൾ മലയാള ഭാഷയെക്കുറിച്ച് പറഞ്ഞു. 51 അക്ഷരാളി, 51 അക്ഷരങ്ങളാകുന്ന തോഴിമാരോടുകൂടിയ ദേവതയായിട്ടാണ് മലയാള ഭാഷയെ തന്നെ നമ്മുടെ പൂർവികർ നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചത്. പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് ഹരിശ്രീ കുറിച്ച് മലയാള അക്ഷരം പഠിപ്പിച്ച് കുട്ടികളെ എടുക്കുന്ന സമ്പ്രദായങ്ങൾ മലയാളത്തിനും മലയാളത്തിൻ്റെ മണ്ണിനും നഷ്ടപ്പെട്ടു പോകുന്നു. നമ്മുടെ നാട്ടിൽ നമ്മൾ ഓണത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഓണം മൂടെന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ നമ്മളെ എത്ര നിലത്തെഴുത്ത് കളരികൾ നമ്മുടെ ഗ്രാമങ്ങളിലുണ്ട്.